We have discussed angular displacement, angular velocity, angular acceleration, torque, and angular momentum of a rotating body. Next is moment of inertia. Translational motion മാസ് എന്ന ടേമിന് പകരമായി റൊട്ടേഷണൽ മോഷനിൽ ഉപയോഗിക്കുന്ന ടേമാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ട്രാൻസ്ലേഷണൽ മോഷനിൽ നമ്മൾ പറയുക ബോഡിക്ക് ഒരു മാസ് ഉണ്ട് എന്നാണ്. ഒരു റൊട്ടേറ്റിംഗ് ബോഡി ആണെങ്കിൽ മാസ് എന്ന ടേം അല്ല, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന ടേമാണ് ഉപയോഗിക്കുക. ഫസ്റ്റ് we will see the expression for moment of inertia of a single particle. ഇതാണ് ആ പാർട്ടിക്കിളിന്റെ മാസ് m ആണ്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് ആൻഡ് r is the radius of the circle described by the particle. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക I is equal to mr square. Moment of inertia equals mass into square of the radius of the circle described by the particle. And unit എന്താ വരിക? മാസിൻ്റെത് കിലോഗ്രാം, ഡിസ്റ്റൻസ് സ്ക്വയറിൻ്റെത് മീറ്റർ സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനർഷ്യൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. മാസും ഡിസ്റ്റൻസും സ്കെയിലാർ ആണ്, അതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യയും സ്കെയിലാർ ആണ്. പിന്നെ ഡയമെൻഷണൽ ഫോർമുല നോക്കുക. I is equal to മാസിൻ്റെ ഡയമെൻഷൻ m, ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ l ആണ്. സോ ഡയമെൻഷണൽ ഫോർമുല ഫോർ I equals ml square. We have seen the moment of inertia of a single particle. Now we are going to derive an expression for moment of inertia of a rigid body. You consider a body of mass m rotating in a circle of radius r. ഇതാണ് ബോഡി. നിങ്ങൾക്കറിയാം ഒരു റിജിഡ് ബോഡിയിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതാണ് ആദ്യത്തെ പാർട്ടിക്കിൾ m1. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും r1 ഡിസ്റ്റൻസ് അകലെയാണ് ഫസ്റ്റ് പാർട്ടിക്കിൾ m1. ഇത് വേറൊരു പാർട്ടിക്കിളാണ്, ആ ബോഡിയിലെ വേറൊരു പാർട്ടിക്കിളാണ് m2. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് r2 ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത് മൂന്നാമത്തെ പാർട്ടിക്കിളാണ്, അതിൻ്റെ മാസ് m3. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് r3 ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇങ്ങനെ n പാർട്ടിക്കിൾസ് ഉള്ള ഒരു ബോഡിയാണ്. നമ്മളതിൽ 3 പാർട്ടിക്കിൾസിനെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക m1 r1 സ്ക്വയർ. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക m2 r2 സ്ക്വയർ. തേർഡ് പാർട്ടിക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക m3 r3 സ്ക്വയർ. ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ട് അതിൻ്റെ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി കിട്ടും. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി I ഈക്വൽസ് m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് m3 r3 സ്ക്വയർ പ്ലസ് എക്സെട്രാ. ഇതിനെ നമ്മളെങ്ങനെയാ ഷോർട്ടാക്കി എഴുതുക? I is equal to sigma I is equal to 1 to n mi ri square. So this equation represents the moment of inertia of the body. ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ട് അതിൻ്റെ സം എടുത്താൽ നമുക്ക് ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി കാണാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ഈ പോയിന്റിലാണ്, ഞാൻ ഈ കാണിച്ച പോയിന്റിലാണ്. സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ ബോഡിയുടെ മുഴുവൻ മാസും ആക്ട് ചെയ്യുന്ന പോയിന്റാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഈ ബോഡിക്ക് പകരം നമുക്ക് ഈ സെൻറ്റർ ഓഫ് മാസ് കൺസിഡർ ചെയ്താൽ മതി. സെൻറ്റർ ഓഫ് മാസ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും k ഡിസ്റ്റൻസ് അകലെയാണ്. kക്ക് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. So what is radius of gyration? It is the distance of the center of mass from the axis of rotation. Center of mass
ബോഡിയുടെ മുഴുവൻ മാസും ഉൾക്കൊള്ളുന്ന പോയിന്റ് ആണ്. ബോഡിക്ക് പകരം നമുക്ക് സെന്റർ ഓഫ് മാസിനെ കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? I is equal to mk square. സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. സോ യു ക്യാൻ റൈറ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി I equals mk square. ഇക്വേഷൻ 1 ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഇക്വേഷൻ 2 ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അപ്പോൾ നമുക്കത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. mk square equals sigma I is equal to 1 to n mi ri square, or k equals radius of gyration, k equals sigma I is equal to 1 to n mi ri square divided by m. Radius of gyration എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. It is the distance of the center of mass from the axis of rotation. ഒരു ബോഡി ട്രാൻസ്ലേഷണൽ മോഷനിലാണ് എങ്കിൽ അതിൻ്റെ മാസ് കോൺസ്റ്റന്റ് ആണ്. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പം മാസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കോൺസ്റ്റന്റ് അല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഓഫ് ദ ബോഡി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്സിസ് ഇൻ വിച്ച് ദ ബോഡി ഈസ് റൊട്ടേറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു റിംഗ് ആണ്. ഈ റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നത് സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ആക്സിസിലൂടെയാണ്. അപ്പോൾ അതിനൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും. അതേ റിംഗ് രണ്ടാമത്തെ ചിത്രത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് അബൌട്ട് എ ഡയമീറ്റർ ആണ്. ഈ ആക്സിസ് അതിൻ്റെ ഡയമീറ്റർ ആണ്. when it is rotating about the diameter, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. when it is rotating about the diameter, it has a different moment of inertia. ID എന്നാണ് അത് ഡിനോട്ട് ചെയ്യുക. ഇവിടെ റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നത് അബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ ദ എഡ്ജ്. എഡ്ജിലൂടെ റിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ആക്സസ് ആണിത്. അപ്പോൾ റിംഗ് ഈ ആക്സിസിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് ഡിഫറെൻറ്റ്. നമ്മളത് I2 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ കേസിലോ ഇത് ടാൻജൻ്റ് ആണ്. ഇവിടെ റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നത് അബൌട്ട് ദ ടാൻജൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിഫറെൻ്റ് ആണ്. നമ്മളതിനെ IT എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിനെന്താ മനസ്സിലായത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഓഫ് ദ ബോഡി. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്സിസ് ഇൻ വിച്ച് ദ ബോഡി ഈസ് റൊട്ടേറ്റിംഗ്. റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് ആംഗുലാർ മൊമെന്റം. ഐയും എല്ലും തമ്മിലുള്ള റിലേഷൻ കാണാൻ പോവാണ്. ആംഗുലാർ മൊമെന്റത്തിന്റെ ഫോർമുല L is equal to R cross P. Pക്ക് പകരം mv എന്ന് കൊടുക്കുക. നിങ്ങൾക്കറിയാം V is equal to R ഒമേഗയാണ്. So you will get L is equal to mr square omega. mr square എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. I is equal to mr square. So you can write L is equal to I omega. This is the relation between angular momentum and moment of inertia. ട്രാൻസ്ലേഷൻ മോഷനിൽ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? എല്ലിൻ്റെ സ്ഥാനത്ത് പി ആണ് വരിക, ലീനിയർ മൊമെന്റം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐൻ്റെ സ്ഥാനത്ത് മാസ് ആണ് വരിക, എം. ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ സ്ഥാനത്ത് ലീനിയർ വെലോസിറ്റി വി ആണ് വരിക. സോ യു ക്യാൻ റൈറ്റ് പി ഈസ് ഈക്വൽ ടു എം വി. പി ഈസ് ഈക്വൽ ടു എം വി എന്നുള്ള ഇക്വേഷന് പകരമായി റൊട്ടേഷണൽ മോഷനിലുള്ള ഇക്വേഷനാണ് എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. Relation between torque tau and angular acceleration alpha. ടോർക്കിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. എഫിന്റെ സ്ഥാനത്ത് എം എ. എ ഇസ് ഈക്വൽ ടു ആർ ആൽഫ എന്നാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ. സോ യു വിൽ ഗെറ്റ് ടോ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആൽഫ. എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ. So you can write tau equals I alpha. So this is the relationship between torque tau and angular acceleration alpha. ടോയിൻ്റെ സ്ഥാനത്ത് നമ്മൾ ട്രാൻസ്ലേഷൻ മോഷനിൽ എഫ് എന്നാണ് എഴുതുക. ഐന് പകരം എം എന്നാണ് എഴുതുക. ആൽഫക്ക് പകരം എ എന്നും.
F is equal to ma എന്ന റിലേഷന് പകരം റൊട്ടേഷണൽ മോഷനിലുള്ള റിലേഷനാണ് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം, ടോയും എല്ലും തമ്മിലുള്ള റിലേഷനാണ്. ടോർക്കിൻ്റെ ഫോർമുല ടോ ഈക്വൽസ് ഐ ആൽഫ. ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഈക്വൽസ് ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. You can write tau equals I into d omega by dt. d by dt എന്നുള്ളത് ഡിഫറൻഷ്യൽ ആണ്. ആ ഡിഫറൻഷ്യലിൻ്റെ ഉള്ളിലേക്ക് ഐനെ കൊണ്ടുപോകുക. d by dt of I omega. tau equals d by dt of I omega. I omega എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം L ആണ്. So you can write tau equals dl by dt. ട്രാൻസ്ലേഷൻ മോഷനിൽ ഫോഴ്സിൻ്റെ ഫോർമുല F is equal to dp by dt. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ഫോഴ്സ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഇതിന് പകരം റൊട്ടേഷൻ മോഷനിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ടോ ഈക്വൽസ് dl by dt. ഫോഴ്സിന്റെ സ്ഥാനത്ത് ടോ, ലീനിയർ മൊമെൻറ്റം പിന്റെ സ്ഥാനത്ത് ആംഗുലാർ മൊമെൻറ്റം L. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. If the external torque on a system of particles is zero, the angular momentum of the system is a constant. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബോഡിയുടെ മുകളിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ആയിട്ട് ടോർക്ക് ഒന്നുമില്ല എങ്കിൽ ആ റൊട്ടേറ്റിംഗ് ബോഡിയുടെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. വി ഹാവ് ദ റിലേഷൻ ടോ ഈക്വൽസ് dl by dt. If there is no external torque on the rotating body, you can write 0 equals dl by dt. Cross multiply ചെയ്യുക. 0 equals dl. dl എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം എന്നാണ്. സോ വി ക്യാൻ സേ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം ഈസ് 0. ആംഗുലാർ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഇല്ല, അതായത് ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണ്. സോ ഇഫ് ദർ ഈസ് നോ ടോർക്ക് ഓൺ ദ റൊട്ടേറ്റിംഗ് ബോഡി ഓർ സിസ്റ്റം, ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ബോഡി ഓർ സിസ്റ്റം വിൽ ബി എ കോൺസ്റ്റന്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ increases when the planet comes closer to the sun. പ്ലാനറ്റ് സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുന്നു. പ്ലാനറ്റ് ഇവിടെ ആയിരിക്കുമ്പോൾ ആംഗുലാർ വെലോസിറ്റി കുറവായിരിക്കും. പ്ലാനറ്റ് സൂര്യൻ്റെ അടുത്തായിരിക്കുമ്പോൾ ആംഗുലാർ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. പ്ലാനറ്റ് റൊട്ടേഷണൽ മോഷനിലാണ്, അതുകൊണ്ട് പ്ലാനറ്റിന് ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം പ്ലാനറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു റേഡിയൽ ഫോഴ്സാണ്. അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലാനറ്റിൻ്റെ മുകളിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചതാണ്, ടോർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ എ ടാൻജൻഷ്യൽ ഫോഴ്സ്. ഇവിടെ ഉള്ളത് റേഡിയൽ ഫോഴ്സാണ്. അതുകൊണ്ട് പ്ലാനറ്റിൻ്റെ മുകളിൽ ടോർക്കില്ല. ടോർക്കില്ലെങ്കിൽ പ്ലാനറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. പ്ലാനറ്റ് ഇവിടെ ആയിരിക്കുമ്പം ആംഗുലാർ മൊമെൻറ്റം ഐ ഒമേഗ, ഇവിടെ ആവുമ്പോഴും പ്ലാനറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ഐ ഒമേഗ ആവണം. പ്ലാനറ്റ് ഇവിടെ ആവുമ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 6 കൂടുതലാണ്. 6 കൂടുമ്പം പ്ലാനറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ കൂടും. ഐ ഇസ് ഈക്വൽ ടു mr² എന്നാണ്. അപ്പം ഈ പൊസിഷനിലാവുമ്പം പ്ലാനറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ കൂടുതലാണ്. പ്ലാനറ്റ് ഇവിടെ ആവുമ്പോഴോ, ഇവിടെ ആവുമ്പം ഡിസ്റ്റൻസ് 6 കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. അപ്പോൾ പ്ലാനറ്റ് ഈ പൊസിഷനിലാവുമ്പം ഐ കുറവാണ്. പക്ഷേ ഇവിടെയും ആംഗുലാർ മൊമെൻറ്റം സെയിം ആവണം.
രണ്ട് സ്ഥലത്തും L സെയിം ആണ്. പക്ഷെ ഈ സ്ഥലത്തെത്തുമ്പം I കുറവാണ്. I കുറയും, പക്ഷെ L സെയിം ആവണം. അപ്പൊ എന്ത് കൂടേണ്ടി വരും? ഒമേഗ കൂടേണ്ടി വരും. അപ്പൊ ഈ പൊസിഷനിൽ Iന്റെ വാല്യൂ കുറയുന്നത് കൊണ്ട് ഇവിടെ എത്തുമ്പോൾ പ്ലാനറ്റിന്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ കൂടും. So the angular velocity of the planet around the sun increases when the planet is closer to the sun. ഒരു ബാലെ ഡാൻസർ ഡാൻസ് തുടങ്ങുമ്പോൾ കൈ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ കൈയും കാലും ശരീരത്തോട് അടുപ്പിക്കും. She will fold her arms and legs. അപ്പോൾ അവരുടെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അവർ കറങ്ങുന്ന സ്പീഡ് കൂടും. This is an example of law of conservation of angular momentum. കൈ സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് r കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് r കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. I is equal to mr സ്ക്വയർ എന്നാണ്. അപ്പൊ r കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. കൈ ശരീരത്തോട് അടുക്കുമ്പോൾ r കുറയും, മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും. രണ്ട് കേസിലും ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. L കോൺസ്റ്റന്റ് ആണ് ബിക്കോസ് ദർ ഈസ് നോ ടോർക്ക് ആക്ടിങ് ഓൺ ദ ഡാൻസർ. L കോൺസ്റ്റന്റ് ആണ്. കൈ ശരീരത്തോട് അടുപ്പിക്കുമ്പം I കുറയും. I കുറയും, പക്ഷെ L കോൺസ്റ്റന്റ് ആവണം. I കുറയുമ്പോൾ L കോൺസ്റ്റന്റ് ആവാൻ എന്ത് കൂടണം? ഒമേഗ കൂടണം. അതായത് her speed of rotation will increase when she brings her arms and legs close together. ഡൈവിംഗ് എന്നൊരു സ്പോർട്സ് ഇവന്റ് ആണ് ഇത്. ഡൈവ് ചെയ്യുമ്പോൾ the diver will throw himself in rotational motion. അയാളുടെ മുകളിൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ട് the angular momentum of the diver is always the same. ഇവിടെ ആവുമ്പോഴുള്ള ആംഗുലാർ മൊമെന്റവും ഇവിടെ ആവുമ്പോഴുള്ള ആംഗുലാർ മൊമെന്റവും ഇവിടെ ആവുമ്പോഴുള്ള ആംഗുലാർ മൊമെന്റവും സെയിം ആണ്. ഡൈവിംഗ് തുടങ്ങുന്ന സമയത്ത് you can see that his arms and legs are stretched. അപ്പോൾ അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലായിരിക്കും. മോഷനിലാവുന്ന സമയത്തോ ഇവിടെ കണ്ടില്ലേ, he brings his arms and legs close to the body. അപ്പോൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവായിരിക്കും. പക്ഷെ രണ്ട് സ്ഥലത്തും ആംഗുലാർ മൊമെന്റം സെയിം ആണ്, L സെയിം ആണ്. ഈ പോയിന്റിൽ എത്തുമ്പോൾ I കുറവാണ്. I കുറയുമ്പോൾ അയാളുടെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്യും. സ്പീഡ് ഇൻക്രീസ് ചെയ്താലോ ഡൈവർക്ക് കൂടുതൽ സമ്മർസോൾട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ താഴെ വെള്ളത്തിലേക്ക് എത്തുന്നതിന് മുൻപേ കൂടുതൽ സമ്മർസോൾട്ട് ഡൈവർക്ക് ചെയ്യാൻ പറ്റും. When a body is rotating about a fixed axis, we say it possesses rotational kinetic energy. We are going to derive an expression for rotational kinetic energy. നമുക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിന്റെ ഫോർമുല അറിയാം. KE equals half mv square. നമ്മൾ പഠിച്ചതാണ്. V is equal to r omega എന്നാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get KE equals half mr square omega square. mr square എന്ന് പറഞ്ഞാൽ I ആണ്. Or you will get rotational kinetic energy KR equals half I omega square. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ ഹാഫ് mv സ്ക്വയർ എന്നതിന് പകരം റൊട്ടേഷണൽ മോഷനിലുള്ള ടേം ആണ് റൊട്ടേഷണൽ KE. ഇറ്റ് ഈസ് expressed as KR equals half I omega square. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് ഉള്ളത്. An automobile moves on a road with a speed of 54 km/h. The radius of the wheel is 0.35 meter. Moment of inertia of the wheel is 3 kg/m². What is the average negative torque transmitted by the brakes on the wheel if the vehicle is brought to rest in 15 seconds?
ഒരു വാഹനം മൂവ് ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി u is equal to 54 km/h ആണ്. അതിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ u is equal to 15 meter per second. റേഡിയസ് ഓഫ് ദ വീൽ ഈസ് 0.35 മീറ്റർ. വെഹിക്കിൾ മൂവ് ചെയ്യുന്ന സമയം t is equal to 15 seconds. വീലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ 3 kg/m². ദ വെഹിക്കിൾ ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ഫൈനൽ വെലോസിറ്റി v is equal to 0. ടോർക്ക് എത്രയെന്നാണ് കാണേണ്ടത്. ടോർക്കിൻ്റെ ഫോർമുല ടോ is equal to I alpha. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 kg/m². ആൽഫ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ യുവും വിയും ടിയും തന്നാൽ യു ക്യാൻ ഫൈൻഡ് എ. വി is equal to u plus at. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് a is equal to -1 m/s². എ കിട്ടിയാൽ ആൽഫ കാണാം. ആൽഫ a is equal to r ആൽഫ എന്നാണ്. ആൽഫ is equal to a/r. എന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു -1, ആറിൻ്റെ വാല്യൂ 0.35. ആൽഫ കിട്ടിയാൽ യു ക്യാൻ ഫൈൻഡ് ടോർക്ക്. ടോ is equal to I alpha. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ -8.571 Nm. A star of mass m and radius 10⁶ km rotates about an axis with an angular speed of 10⁻⁻⁶ radians per second. What is the angular speed of the star when it shrink to a radius of 10⁴ km? ഒരു സ്റ്റാർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് 10⁻⁻⁶ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് ആംഗുലാർ സ്പീഡ്. അത് ചുരുങ്ങി അതിൻ്റെ റേഡിയസ് 10⁶ നിന്നും 10⁴ ആയി മാറിയാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ സ്പീഡ് എന്താണ്? ഇതാണ് ചോദ്യം. ഒരു സ്റ്റാർ ചുരുങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ സ്റ്റാറിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ആംഗുലാർ മൊമെൻറ്റം ബിഫോർ ശ്രിങ്കിങ് ഈക്വൽസ് ആംഗുലാർ മൊമെൻറ്റം ആഫ്റ്റർ ശ്രിങ്കിങ്. ശ്രിങ്കിങ്ങിന് മുൻപുള്ള ആംഗുലാർ മൊമെൻറ്റം I1 ω1, ശ്രിങ്കിങ്ങിന് ശേഷം അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം I2 ω2. സ്റ്റാർ നമുക്കൊരു സോളിഡ് സ്ഫിയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചുരുങ്ങുന്നതിന് മുൻപേ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വരിക 2/5 m r1². ചുരുങ്ങിയതിന് ശേഷം 2/5 m r2². റേഡിയസ് മാറും. ചുരുങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ω1, ചുരുങ്ങിയതിന് ശേഷം അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ω2. സോ യു ക്യാൻ റൈറ്റ് 2/5 m r1² into ω1 equals 2/5 m r2² into ω2. 2/5 m ഉം 2/5 m ഉം ക്യാൻസൽ ആവും. r1² into ω1 equals r2² into ω2. നമ്മളോട് ആംഗുലാർ വെലോസിറ്റി ആഫ്റ്റർ ശ്രിങ്കിങ് ആണ് ചോദിച്ചത്. ω2 equals r1² into ω1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10⁻⁻² റേഡിയൻസ് പെർ സെക്കൻഡ്.